അങ്ങനെ വീട്ടിലിരുന്ന് വെറുതെ ബോറടിച്ച സമയത്ത് ചൂണ്ടിടാൻ പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ നെജുവിനോട് പറഞ്ഞ് ചൂണ്ടിടാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അവർ മണ്ണീരനെ പരതാൻ തുടങ്ങി. മണ്ണീരനെല്ലാം സെറ്റാക്കി വീട്ടിൽ നിന്ന് കറി വെക്കാൻ വെച്ച് കുറച്ച് കൊഞ്ചിനും എടുത്ത് മൈദയും ചുരുട്ടിയെടുത്ത് എല്ലാം വാരിക്കൊട്ടി നമ്മൾ വിടാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ പുഴക്കരയിലെത്തി നമ്മൾ ഒഴുക്ക് കൂടുതലാണ് വെള്ളത്തിൽ. നല്ല മഴ പെയ്തിരുന്നു രാവിലെ മുതലേ. അങ്ങനെ ഉപ്പാനോട് നല്ല കടല മുട്ടായി ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ച് അങ്ങനെ ആലോചിച്ച് ഇരിക്കുന്ന സമയത്ത് ഉപ്പ പറഞ്ഞു ഇവിടെ പറ്റില്ല, നമുക്ക് വേറെ സെക്ഷനിലേക്ക് പോകാം. അങ്ങനെ വേറെ പുഴയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ട്. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തി. അതാണ് നമ്മൾ എരഞ്ഞോളിപ്പുഴ. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി സെക്ഷൻ പരത്തിയിട്ട് കെട്ടി. അങ്ങനെ ഇവിടെ നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതൊരു ഉടുമ്പ് കൂട്ടം പായുന്നത് കണ്ട് ചൂണ്ടിടാൻ തുടങ്ങുമ്പോഴത്തേക്ക് നല്ലൊരു മഴയും അങ്ങ് പെയ്ത്. ഇവർ ചൂണ്ടിടാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ചൂണ്ടിടാൻ തുടങ്ങിയിട്ടില്ല. അപ്പം ഞാനും ഒരു കൈ നോക്കി. ഫസ്റ്റ് ചൂണ്ടിടലിൽ നിന്ന് എനിക്കൊരു മീനിനെയും കിട്ടി. ഇത് സാധനം എന്താണെന്ന് അറിയില്ല, പേരെന്താണെന്ന് അറിയില്ല. ഉപ്പ പറഞ്ഞത് പയ്യത്തി നെറ്റാണ്. പിന്നെ മഴ കൂടിയതിന് ശേഷം നമ്മൾ കൈയും കാലും കഴുകി വീട്ടിലേക്ക് വിടാനുള്ള സമയമായി. കുറേ നേരം നിന്ന് 7 മണിയാവാനായി. അങ്ങനെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് എരുമളിപ്പോയോണ്ട് ടാറ്റയും പറഞ്ഞ് നമ്മൾ വിട്ട്. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എൻ്റെ വീട് വഴക്കമാണ്. എൻ്റെ വീട്ടിലെത്തി, എല്ലാവരും എത്തി, ഉപ്പയും എത്തി. അങ്ങനെ ഉമ്മാനെ നോക്കുമ്പോൾ ഉമ്മ എൻ്റെ അടുക്കളയിൽ നല്ല പഴം നിറച്ചതാക്കുന്നത്. അങ്ങനെ അതും കഴിച്ച് ചായയും കുടിച്ച് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.